ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചക്ക അവിയലിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഈ വർഷം ആദ്യമായിട്ട് കിട്ടിയിരുന്ന ചക്കയാണ് കേട്ടോ. ചക്ക വെട്ടുന്നതും പറിക്കുന്നതും എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ മറന്നുപോയി. പിന്നെ ചക്ക നന്നായിട്ട് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം തിരുമ്മിയതും ജീരകവും കറി ലീവ്സും പച്ചമുളകും, നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മൾ ചതച്ച് ഒതുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ പാകത്തിന് ഉപ്പും ചക്ക വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആവി വരുമ്പം തന്നെ ചക്ക വെന്ത് കഴിയും. പിന്നെ നമ്മൾ ചക്ക ഇപ്പം വെന്തിട്ടുണ്ട്. നമ്മൾ അരപ്പാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പൊന്ന് ചൂടാവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അരപ്പ് ഇപ്പം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അരപ്പ് എല്ലായിടത്തും. ഈ വർഷം നിങ്ങൾക്കൊക്കെ ചക്ക കിട്ടി തുടങ്ങിയായിരുന്നു. നമുക്കിപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന ചക്കയാണ് കേട്ടോ. പക്ഷെ ആദ്യം കിട്ടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചക്കയോടുകൂടി അത്ര പ്രിയവും കാണത്തില്ല. നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു കേട്ടോ. നമുക്ക് ആദ്യം അതുകൊണ്ടായിരിക്കും. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അവിയലിന് സാധാരണ നമ്മൾ നന്നായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കറി ലീഫും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കറി ലീവ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.